ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് തമ്മൽ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്, കാഠ്മണ്ഡുവിൽ തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഒരു പാലസ് ഉണ്ട്, റോയൽ പാലസ്. രാജാക്കന്മാരൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ. എന്നിട്ട് അതിപ്പോൾ മ്യൂസിയം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നപ്പോൾ സൈക്കിൾ റിക്ഷയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം സൈക്കിൾ റിക്ഷയിൽ പോയാലാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് പാലസും കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് കണ്ടില്ലേ, കുറേ റിക്ഷക്കാരുണ്ട്. ഇവരുടെ അടുത്ത് എത്രയാ റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ കയറി പോകണം കേട്ടോ. ഈ ഉന്തുവണ്ടിയിൽ പോകണേ, സൈക്കിൾ റിക്ഷയിൽ ഒരു 5 മിനിറ്റ് കറങ്ങി വരാൻ 100 രൂപ ചോദിക്കുന്നുണ്ട്. കുറച്ച് കൂടുതലാണ്, എന്നിരുന്നാലും കുഴപ്പമില്ല. ഇതിങ്ങനെ ഇതൊക്കെ ഉണ്ട് കണ്ടോ. അയ്യോ, ഇതെന്താ നീങ്ങാത്ത? പോലീസൊക്കെ നിന്ന് ചെക്കിങ് ഉണ്ട്. 100 രൂപയ്ക്കല്ലേ പറഞ്ഞ? 100 രൂപയ്ക്ക് ഇവിടെ ഒരു 5 മിനിറ്റ് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. ജസ്റ്റ് തമിഴ് സിറ്റിയിലൂടെ ഇങ്ങനെ സൈക്കിൾ റിക്ഷയിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇതിൽ പോകാൻ. കുലുക്കുമില്ല, നല്ല ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. കുറച്ച് വയസ്സായ മുത്തച്ഛനാണ്, അതുകൊണ്ട് നമ്മളൊരു 5 മിനിറ്റിന് തന്നെ 100 രൂപ കൊടുക്കാമെന്ന് കരുതി. പാവങ്ങളല്ലേ. വാ, അടിപൊളി ബൈക്ക് കേട്ടോ. അത് നോക്കി, ഹോണ്ടയുടെയാ. ഇതേപോലത്തെ ബൈക്ക് ഒരെണ്ണം കൊണ്ടുപോകണമെന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോകണതിനേക്കാളും നല്ല നമ്മൾ വാങ്ങുന്നതാണ്. അത്രയ്ക്ക് റേറ്റ് ആവുകയെ. അവർ ഇങ്ങനെ ഇടയിലൂടെ ഇങ്ങനെയുള്ള ഇടുക്ക് വഴിയിലൂടെയൊക്കെ ഇങ്ങനെ പോയിട്ട് കറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരും. അതാണ് കേട്ടോ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരിത്. റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. എന്നിരുന്നാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 800 ഒക്കെ ഉണ്ട് കേട്ടോ. 800 പോലും വാങ്ങാൻ നല്ല കഷ്ടപ്പാടാണെന്ന്. അത്രയ്ക്ക് റേറ്റുള്ള വണ്ടിയാണ് അതൊക്കെ. ഇതേ വേറൊരു സൈക്കിൾ റിക്ഷയിൽ എന്തോ കാർഗോസ് കൊണ്ടുവന്ന് ഇറക്കുന്നത്. എന്തായാലേ, ഒരു രാജ്യം മുഴുവൻ ഒരുപാട് ടാക്സ് അടിച്ച് ആൾക്കാർ കഷ്ടപ്പെടുന്നു. കുറേ ഗവൺമെൻറ് ഇഷ്ടം പോലെ ടാക്സ് വാങ്ങിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. ചൂഷണം എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് ജീവിക്കാൻ അത്രയും ചിലവുകളുണ്ട്. അതുകൂടാതെ തന്നെ ഗവൺമെൻറ്റിന് ഒരുപാട് തുക കൊടുക്കുന്നു. അവർ കണ്ടില്ലേ, ഇതുപോലെയുള്ള ഓരോ ചെറിയ ചെറിയ അവസരങ്ങളും അവർ ഓരോരോ അവസരങ്ങളാക്കി കണക്കാക്കി അതിൽ നിന്നെല്ലാം സമ്പാദിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ലേ. എന്തൊക്കെ ടൈപ്പ് ആൾക്കാരാണ്. എല്ലാവരും ലൈഫ് ഒരേപോലെയല്ല കേട്ടോ. നമ്മളും സത്യം പറഞ്ഞാൽ നമ്മൾ കേരളീയരൊക്കെ നല്ല ഭാഗ്യവാന്മാരാണ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ. ആ കുട്ടിയുടെ മുടി നോക്കിയേ, നല്ല രസമുണ്ട് കേട്ടോ. മുടിയിൽ കളറ് പിന്നിട്ടിരിക്കുക. എന്തായാലും കൊള്ളാം കേട്ടോ. നിങ്ങളും ഇതേപോലെയൊക്കെ നേപ്പാളിൽ വരുമ്പോൾ ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യണം. ഇതുപോലെയുള്ള സൈക്കിൾ റിക്ഷയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കണം കേട്ടോ. ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മളിങ്ങനെ കയറിയത്. ആൾ കുറച്ചും കൂടി അങ്ങോട്ട് കടത്തി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ കൊടുക്കണം, പാവല്ലേ. ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞേ, നമ്മളിരുന്നു. പാവട്ടോ, ആൾക്ക് ഒരു എക്സ്ട്രാ 100 രൂപ കൊടുത്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ കഷ്ടപ്പെടല്ലേ. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന് 100 രൂപയ്ക്കാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 200 രൂപ ഞാൻ കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം വിചാരിച്ച് ഈ പാവങ്ങളിനെ എന്തിനാ ഇട്ട് പണിയെടുപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറാണ്ടിരുന്നത്. പക്ഷേ നമ്മൾ കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ വരുമാനമില്ലല്ലോ. അപ്പോൾ എന്തായാലും അവർക്ക് കൊടുത്തിട്ട് ഒരു എക്സ്ട്രാ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഹാപ്പി ആയിരിക്കുമല്ലോ. അങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യക്കാർക്കാണ് പൈസ കൊടുക്കേണ്ടത്. അത്യാവശ്യം ഇല്ലാത്തവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയ്ക്ക് ഒരു വിലയുണ്ടാവില്ല. അതാണ്